അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. സൈത്തേട്ടൻ്റെ പപ്പയ്ക്ക് എല്ലാവരെയും കാണണം എന്നൊക്കെ പറയുന്നത് കുറേ ആയി. അപ്പോൾ പിന്നെ മോളുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് നീട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ രാവിലെ 5:30 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഇച്ചിരി ലേറ്റായി പോയി. അപ്പോൾ ഇപ്പോൾ 6 മണിയായി ഇറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാം ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോറൊക്കെ പൂട്ടി ഇറങ്ങാനേ. ഡോറ് പൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു തകരാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പൂട്ടിയോ ഇല്ലയോ എന്നൊരു ചെറിയൊരു ഡൗട്ട് പിന്നെയും തോന്നും. പിന്നെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാറുള്ളൂ. രാത്രി ഉറക്കളച്ചിട്ടുള്ള ഡ്രൈവിംഗ് ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. പകൽ തന്നെ പോകാനാണ് ഇഷ്ടം. അപ്പം രാവിലെയൊക്കെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ കുറേ ട്രാഫിക്കൊക്കെ അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇറങ്ങുന്നത് എപ്പോഴും. നാളെ വീഡിയോ ഇടാനുള്ളതാണ്. അപ്പം ഇന്ന് തന്നെ എല്ലാം അപ്ലോഡെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ തിരക്കായി കഴിഞ്ഞാൽ പിന്നെ അപ്ലോഡ് ചെയ്യലൊന്നും നടക്കില്ല. അപ്പോൾ ഇതാ ചിക്കുവിന് ഇന്നലെ ലൈസൻസ് കിട്ടി കേട്ടോ. ടെസ്റ്റൊക്കെ പാസ്സായി. അപ്പോൾ ചിക്കുവിന് ഡ്രൈവ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ തിരക്കില്ലാത്ത റോഡ് കണ്ടപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്യണം എന്നൊരു ആഗ്രഹം. അങ്ങനെ കുറച്ച് ദൂരം ചിക്കു ഡ്രൈവ് ചെയ്യുകയാണ്. കുഴപ്പമില്ല, അധികം സ്പീഡിലൊന്നും പോകുന്നില്ല, പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് വരാൻ പോണ ലുലു മോളാണ്. നല്ല നീളത്തിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. പണി മുഴുവനും കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോണ വഴി എറണാകുളത്തൊന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. സൈത്തേട്ടൻ്റെ കസിനുണ്ട്. കസിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം എന്ന് കുറേ ആയി പറയുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ആദ്യം പോകുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ നാട്ടിൽ പോയ വ്ളോഗുണ്ടല്ലോ, അതിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കു ആണല്ലോ ഫ്രണ്ടിലിരിക്കുന്നത്, അമ്മേനെ ഇരിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് അവളൊരു വീഡിയോ എടുത്തതാണത്. ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു രഹസ്യം എന്ന് പറയുന്നത്. കാരണം ഞാനാണ് അവളെ പിടിച്ച് ഫ്രണ്ടിലിരുത്തുന്നത്. കാരണം ബാക്കിലാവുമ്പോൾ എനിക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാം, കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം, റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലോങ്ങിലൊക്കെ പോകുന്ന സമയത്ത് അവളാണ് പിടിച്ച് മുന്നിലിരുത്തുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ എറണാകുളത്ത് എത്തി. ആലുവയിലാണ് ഇവരുടെ വീടുള്ളത്. അജിത്തിൻ്റെയും ബ്രൂഹിയുടെയും വീടാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. വിശപ്പ് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 11 മണിയായി ഞങ്ങളിവിടെ എത്താനായിട്ട്. അപ്പോഴത്തേക്കും വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിന്ന് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വീട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് താമസിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ലുലു മോളിലൊക്കെ ഒന്ന് കറങ്ങണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരും ഞങ്ങളുടെ കൂടെ ഒന്ന് ജസ്റ്റ് ഞങ്ങൾ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, വെറുതെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ വണ്ടി ഇട്ടിട്ട് മെട്രോയിൽ കയറി ലുലുവിൽ പോയിട്ട് തിരിച്ചു വന്ന് വണ്ടി എടുത്ത് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ കോഴിക്കോടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഇതിപ്പം എറണാകുളം UC കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടിയാട്ടോ പോകുന്നത്. ഇവിടെ ഇപ്പോൾ സൈറ്റിലൊക്കെ ചുമരിൻ്റെ മേലെല്ലാം ഇവിടുത്തെ സ്റ്റുഡൻസ് വരച്ച ചിത്രങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ മെട്രോയിൽ കയറാനുള്ള അവിടെ കാർ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. കുറേ കാലമായി ആഗ്രഹിക്കുന്നു മെട്രോ ട്രെയിനിലൊന്ന് കയറണമെന്ന്. ഇതിപ്പം ഇവിടുത്തുകാർക്ക് ഇത് വലിയൊരു കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇപ്പം പുറത്തുനിന്നൊക്കെ വരുന്നവർക്കൊരു രസം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് എസ്കലേറ്ററിൽ കയറി ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സാനിറ്റൈസറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പോക്കറ്റ് സാനിറ്റൈസർ ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കയ്യിലൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. ഇതിപ്പോൾ ടിക്കറ്റിന് ഒരാൾക്ക് 80 രൂപയാണ്. 2 സൈഡിലേക്കും കൂടി അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് തിരിച്ച് വരുന്നവർ 80 രൂപയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 240 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് കയറ്റുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് ഒന്ന് സ്കാൻ ചെയ്യുമ്പം അത് ഡോറ് ഇങ്ങനെ ഓപ്പൺ ആവും. അങ്ങനെയാണ് അകത്തേക്ക് കയറുന്നത്. ഇവിടെയൊന്നും ആരുമില്ല കേട്ടോ, വളരെ ചുരുക്കം. അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരെ മാത്രം കാണാനുണ്ട്. മുകളിൽ കയറിയിട്ടാണ് അവിടെ നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇതാ സ്റ്റേഷനിലെത്തി. ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 പേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതപ്പോൾ അത് അവിടെ നിന്ന് ദൂരെ നിന്ന് ഒരു മെട്രോ ട്രെയിൻ വരുന്നുണ്ട്. അത് നമുക്ക് പോകാനുള്ളതല്ല, അപ്പുറത്തെ ട്രാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇന്ത്യയിലാണെന്നൊന്നും തോന്നില്ല, ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു ട്രെയിൻ പോലെ തന്നെയുണ്ട്. അപ്പോൾ ആലുവ വരെയുള്ളൂ ഈ ഒരു ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ നിന്നിട്ട് ഒരുപാട് സമയമൊന്നും നിർത്തിയിടുന്നില്ല. 15 സെക്കൻഡ് മാത്രമേ ഓപ്പൺ ആക്കിയിടുന്നുള്ളൂ. അതിനിടയ്ക്ക് തന്നെ കയറണം, അതുകൊണ്ട് തന്നെ വലിയ ഡോറാണ്, ഇറങ്ങാനും കയറാനും പറ്റും ഒരേ സമയം. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. സെപ്പറേഷനും ഇല്ലാതെ അങ്ങ് നീളത്തിൽ കിടക്കുകയാണ്. സീറ്റും എല്ലാം അങ്ങ് നീളത്തിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഒരുപാട് സമയമൊന്നും നിർത്തിയിട്ടിട്ടില്ല.
ഇപ്പം നമ്മൾ ദൂരേന്ന് മെട്രോ ട്രെയിനൊക്കെ പോകുന്ന കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് സ്പീഡിലൊന്നുമില്ല, ഇത്രയും പതുക്കെയാണോ പോകുന്നത്. പക്ഷെ കയറി കഴിയുമ്പോൾ മനസ്സിലാവും നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഓരോ സീറ്റ് വിട്ടിട്ടാണ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള പെർമിഷനുള്ള ഡു നോട്ട് സിറ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിപ്പം എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് ലുലു മോൾ ഉള്ളത്. ലുലു മോള് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ റോഡിന്റെ മുകളിൽ കൂടി തന്നെ ഒരു പാസേജ് ഉണ്ട്, അതിൽ കൂടിയാണ് പോണത്. ഇതിനു മുമ്പ് ലുലു മോളിൽ വന്ന സമയത്ത് മെട്രോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് മെട്രോ സ്റ്റേഷന്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുന്ന സമയത്തും ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്നും ലുലു മോളിലേക്കുള്ള വഴിയിലേക്ക് എൻട്രൻസിലേക്ക് കയറുകയാണ്. ഇതാണ് ലുലുവിലേക്കുള്ള എൻട്രൻസ്. വേ ടു ലുലു മോൾ എന്ന് പറഞ്ഞ് അവിടെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതപ്പം ലുലു മോളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തി കുറച്ച് നേരം ഒന്ന് അതിലേക്ക് ഒന്ന് കറങ്ങി നടന്നു, എന്നിട്ടൊന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി എടുക്കുകയാണ്. നല്ല റേറ്റ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല വിലക്കുറവില്ല, നല്ല പലാസോയൊക്കെ കിട്ടി. പിന്നെ നല്ലൊരു ചെറിയൊരു ബാഗ്, ഫോണൊക്കെ ഇട്ട് കൊണ്ട് നടക്കാനായിട്ടുള്ള ഒരു കൊച്ചു ബാഗ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇവിടെ ലുലു മോളിൽ വന്നിട്ട് നമ്മുടെ ചിക്കൂസ് ഡൈൻ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പരിചയപ്പെടാൻ വന്നിട്ടോ. ഒത്തിരി എനിക്ക് ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ മോളിലൊക്കെ പോകുന്ന സമയത്ത് പലരും വന്ന് പരിചയപ്പെടാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് അങ്ങനെ ആരെങ്കിലും വരും, അങ്ങനെ വന്ന് സംസാരിക്കുന്നോ, അങ്ങനെ പരിചയമുള്ളവരുണ്ടാവുന്നോ, സംസാരിക്കുന്നോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒരുപാട് പേര് വന്ന് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം മാസ്ക് വെച്ചിട്ട് പോലും പലർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ മാസ്ക് വെച്ചിട്ട് കൂടെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നോർത്തിട്ട്. അതുപോലെ തന്നെ ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ചേച്ചിനെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ചേച്ചിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വന്ന് സംസാരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ, അപ്പോൾ അതിന് മാത്രം വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയല്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ളവർ, നമ്മുടെ സ്വന്തക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നില്ലേ. അതേപോലെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടക്കേടോ ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ കാണുകയാണെങ്കിൽ അങ്ങനെ ഒരു മടിക്കേണ്ട ആവശ്യം, അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ട കേട്ടോ. കാരണം അതൊക്കെ എന്ന് പറയുന്നത് വലിയ വലിയ സെലിബ്രിറ്റീസും അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ. ഞാനിപ്പോൾ എന്താണെന്ന് നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. ചിലർ വന്ന് ചോദിക്കും ചിക്കൂസ് ഡൈൻ ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാൽ ചിലർ വന്നിട്ട് ഓടി വന്ന് രശ്മി ചേച്ചി എന്ന് പറഞ്ഞാൽ ഓടി വന്ന് കൈ പിടിക്കാറൊക്കെ ഉണ്ട്. അപ്പം അത് കാണുമ്പോൾ ശരിക്കും എനിക്ക് നമ്മുടെ സ്വന്തം ആരോ വന്നിട്ട് സംസാരിക്കണ പോലെ തോന്നും കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു മടിയും വിചാരിക്കേണ്ട. ഇപ്പം ഇതിനകത്ത് കയറിയപ്പം സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇപ്പം തന്നെ സമയം 2 മണി കഴിഞ്ഞു, 3 മണി ആവാറായി. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പാരഗണിൽ പോയപ്പോൾ അവിടെ നല്ല തിരക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഞങ്ങളൊരു പിസ്സ കഴിച്ചു, പിന്നെ മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഫേസ് വാഷ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോസ്മെറ്റിക്സ് ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബർ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബർ. എനിക്ക് ശരിക്കും വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവരാരും വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ്. മറന്നേ പോയി ആ വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ വിചാരിച്ചു, അയ്യോ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ, അവർ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ കുറേ സമയം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അപ്പോൾ ഇതാ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതാ മെട്രോ ട്രെയിൻ കയറാനായിട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ആ പാസേജിൽ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ. ഈ ചെറിയ ചെറിയ ബ്രേസ്ലെറ്റ്സും മോതിരമൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ഒരു നല്ലൊരു മോതിരം കണ്ടപ്പോൾ അവിടെ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. സൈത്താറിന് അങ്ങനെ മുന്നിൽ പോയി. എനിക്ക് ഇങ്ങനത്തെ ഈ കൊച്ചു കടകളൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷനാണ്. വെറുതെ വാങ്ങിച്ച് വെക്കും, ഇടുമൊന്നുമില്ല. അതൊരു ചെറിയൊരു ക്രേസാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു മോതിരം വാങ്ങിച്ചിട്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു മോതിരം, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. മോതിരം വാങ്ങാൻ നിന്ന സമയമാണ് ട്രെയിൻ പോയത്. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു സെക്യൂരിറ്റി ലേഡിയാണ് ഇങ്ങോട്ട് ചോദിച്ചു ചിക്കൂസ് ഡൈൻ അല്ലേ എന്നൊക്കെ.
അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്ക് പരിചയമുള്ളവരൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഒരു മെട്രോ ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് പോകാനുള്ളതല്ല. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് നീളമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാരണ ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 3 കമ്പാർട്ട്മെൻറ്റ് കൂട്ടി വെച്ചാലുള്ള ആ ഒരു നീളം, ഏകദേശം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ എത്തി. അപ്പം നമ്മൾ കയറുകയാണ്. നമ്മുടെ സാധാരണ ട്രെയിൻ പോലെയല്ല, വീതിയുള്ള ഡോർ ആയതുകൊണ്ട് ഇറങ്ങലും കയറലും ഒക്കെ ഒരുമിച്ച് നടക്കും. അതങ്ങനെ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വെറും 15 സെക്കൻഡ് മാത്രമേ ഒരു സ്റ്റേഷനിൽ നിർത്തുള്ളൂ. അപ്പം തന്നെ എടുത്ത് പോവുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറിക്കോളുക, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുക. അതാണ് പോളിസി. ഇങ്ങോട്ടൊന്നും പോലെയല്ല, കുറച്ച് കൂടുതൽ തിരക്കുണ്ട്. സീറ്റ് കിട്ടിയെന്നാലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ആലുവയിലെത്തി. ഇവിടെ ഇറങ്ങാണ്. ഇവിടെ വരെയുള്ളൂ ട്രെയിന്. അപ്പോൾ അതാ ട്രെയിനിൻ്റെ ഡ്രൈവർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അതിൻ്റെ നേരെ അങ്ങനെ തന്നെ അങ്ങ് പോവുകയാണല്ലോ ചെയ്യുന്നത്, തിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. ആ ഡ്രൈവർ അങ്ങേയറ്റത്ത് ട്രെയിനിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുന്നവരെ നോക്കിയിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ആലുവയിലെത്തി. ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ പോകണം. ഇപ്പം തന്നെ സമയം 5 മണിയായി. ഒരു 1-2 മണിക്കൂർ എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. ഇപ്പം ഇത്രയും സമയമായിപ്പോയി. അപ്പോൾ നമുക്കിനി അങ്ങ് എത്തണ്ടേ. കോഴിക്കോട് എത്തിയാൽ പോരാ, വടകര എത്തണം. അപ്പോൾ നേരെ വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കോഴിക്കോടേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കണ്ട്, പെപ്പർ എന്ന പേരിലൊരു ഹോട്ടൽ. അപ്പോൾ അവിടെ ഞങ്ങൾ കയറിയതാണ്. ഫുഡ് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ വീട്ടിലാക്കി വെച്ചിട്ടുണ്ട്, അവിടുന്ന് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇവിടുന്ന് സ്നാക്സ് ഒന്നുമില്ല, ചപ്പാത്തിയും കറിയൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ വിചാരിച്ച് ചപ്പാത്തിയും കറിയും തന്നെ കഴിക്കാമെന്ന്, വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്കും നോണൊക്കെ കഴിച്ചു. പിന്നെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും വെജൊക്കെ കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഒരു ഗോബി മഞ്ചൂരിയൻ വാങ്ങിച്ചു, ചപ്പാത്തി വാങ്ങിച്ചു, കഴിക്കുകയാണ്. അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റി ഒന്നുമല്ല, എന്നാലും വലിയ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ പോവുകയാണ്. രാത്രിയായി. അപ്പോഴത്തേക്കും നല്ല സന്ധ്യയുടെ 8 മണിയൊക്കെ ആയി അപ്പോഴത്തന്നെ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും അവിടെ എത്താൻ എന്തായാലും ഒരു 11-11:30 ആവും തോന്നുന്നുണ്ട്. 11:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സമയം 11:30 ആയപ്പോഴാണ്, 11:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ചോമ്പാലാണ്, വടകര ചോമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൈത്തേട്ടൻ്റെ വീട്. അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ എത്തി. അവർ ഡോറൊക്കെ അടച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒച്ച കേട്ടപ്പോഴത്തേക്കും പപ്പയും മമ്മിയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. രാത്രി നല്ല ചൂടായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോൾ മഴയൊക്കെ കുറേ കാലത്തിന് ശേഷം പെയ്ത ഒരു മഴയാണ്. മഴ കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ വരുമ്പോൾ മഴ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെയാണ് നാട്ടിലെ മഴ എന്ന് പറയുമ്പോൾ. ഇത് സൈതറിൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ, സാത്വിക്കും സാസുകയും. വീട്ടിലെ സൈഡിലുള്ള ഒരു നീളത്തിലുള്ള ഒരു വരാന്തയുണ്ട്, അവിടെ നിന്നാണ് ഫുൾ ടൈം കളിയൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ രണ്ടുപേരും കൂടെ ഉള്ള കളികളൊക്കെ നോക്കിയിരിക്കില്ല പരിപാടി. മോളും ഉണ്ട് അവരുടെ കൂടെ കളിക്കാനായിട്ട്. അവരുടെ കൂടെ കൂടുമ്പോൾ അവരുടെ പ്രായമാണ് അവൾ. അങ്ങനെയാണ് അവൾ. ചെറിയൊരു സൈക്കിളിൻ്റെ മേലെ മോനാണ് കുഞ്ഞു, അവനെ ഇരുത്തിയിട്ട് ഓടിക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാകും, അത്രയും സ്പീഡിലാണ് പോണത്. ഇവരുടെ കളിയും കണ്ടിരുന്നാൽ സമയം പോകുന്ന അറിയേയില്ല. എനിക്കാണെങ്കിൽ നാളത്തേക്കുള്ളത് അപ്ലോഡ് ചെയ്യാനുള്ളതും എഡിറ്റ് ചെയ്യാനുള്ളതും ഒക്കെ ചെയ്യാനും ഒക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ നോക്കിയിരിക്കാൻ രസമല്ലേ. നാട്ടിലൊക്കെ വന്നു കഴിയുമ്പം അങ്ങനെയാണ് കുറേ സമയം പോയി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കു ഇവിടുത്തെ സ്കൂട്ടർ എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ പോവാണ്. മോനും ഉണ്ട്, സാത്വിക്കും ഉണ്ട് കൂടെ. സാത്വിക്ക് സൈക്കിളിൽ മുന്നിൽ പോകും, പുറകെ ഇവരെ സ്കൂട്ടറിൽ പോകും. ഇവർക്ക് ഇന്നലെ ലൈസൻസ് കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്കൂട്ടർ കണ്ടപ്പോഴത്തേക്കും എടുക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ എടുത്ത് കുഴപ്പമില്ല ഓടിച്ച് പോകുന്നുണ്ട്. ദൂരേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ കറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഇപ്രാവശ്യം മീനൊന്നും അധികം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാട ഫ്രൈ ഉണ്ടാക്കി, സ്പെഷ്യൽ കാട ഫ്രൈ. സന്ധ്യേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കാട ഫ്രൈ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, അത് വേണ്ട റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. റെസിപ്പി ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ടില്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊച്ചു കാടയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നോണൊക്കെ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും.
അങ്ങനെ ഇവിടെ സന്ധ്യ ചെയ്ത് അവിടെ പുറത്ത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കണം. അടുപ്പിൽ വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കണം. അതാണ് പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കി. ഞങ്ങൾ നെയ്ച്ചോറും കാട ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. ഞങ്ങളിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ ബീച്ചിൽ വരാറുണ്ട്. ഞാൻ മുമ്പത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, വീടിൻ്റെ പുറകിൽ കടലാണുള്ളത്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും വൈകുന്നേരമൊക്കെ ചുമ്മാ വന്നിരിക്കും. ഒരു രസമല്ലേ, കുട്ടികൾക്ക് രസം, നമുക്കും രസമാണ്. കടൽ നോക്കിയിരിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്. ഇവിടെയാകും അധികം ആളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടാവും, ഫുട്ബോൾ കളിക്കുന്നൊക്കെ ഉണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ വല്ലപ്പോഴും 1-2 ആൾക്കാരൊക്കെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ മാവേനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സാത്വിക്ക് ഇവിടെ വരുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്ന കളി സാധനങ്ങൾ മുഴുവൻ പെറുക്കിയിട്ടാണ് വരിക. എന്നിട്ട് ഇവിടെ നിന്ന് വെള്ളം നിറയ്ക്കുക, കിണർ കുഴിക്കുക, ഇതൊക്കെയാണ് പരിപാടി മൂപ്പരുടെ. പാവയ്ക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ ബീച്ചിൽ വരാനായിട്ട്. അപ്പോൾ സന്ധ്യ ഇവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഉഷാറായിട്ട് ഇരുത്തിയതാണ്. മൂപ്പര് പക്ഷേ ഇവിടെ സൈഡിൽ നിന്ന് മണ്ണ് വാരി ഷീറ്റിലേക്ക് ഇടുക, മണ്ണ് വാരി ഷീറ്റിലേക്ക് ഇടുക, ഇങ്ങനെ കളിക്കുകയാണ്. ഇപ്പം ഷീറ്റ് പോലും ഇല്ല, മണ്ണിലാണ് ഫുൾ ടൈം കളി. കളിക്കട്ടെ, കുട്ടികൾ മണ്ണിലൊക്കെ കളിച്ച് വളരേണ്ടതല്ലേ. ബീച്ചിൽ വന്നാൽ ഞങ്ങൾ ഇവിടുന്ന് ഇരുട്ടായതിനു ശേഷമേ പോകാറുള്ളൂ. നല്ല രസമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ ഇതാ നമ്മുടെ ബെറിയപ്പ്, രാത്രി വന്നിട്ട് ബെറിയപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൂസ് ഡൈൻ ബെറിയപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. വാവയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, വാവയെ നന്നായിട്ട് കഴിച്ചു. പിന്നെ നാട്ടിൽ വന്നാൽ അച്ഛനും മോളും ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. ഈ കശുവണ്ടി വറുക്കലാണ് ഇപ്രാവശ്യത്തെ പരിപാടി. കുറേ കശുവണ്ടിയൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്, നിലത്ത് വീണ് കിടക്കുന്നതൊക്കെ പെറുക്കി എടുക്കുകയാണ്. കശുവണ്ടി ചുട്ടിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളങ്ങനെ ചുട്ട് കശുവണ്ടി കഴിക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം ഷീറ്റിൽ പെറുക്കിയിടുകയാണ്. കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് വലുപ്പമില്ല, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കശുവണ്ടിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകണം. ഇനി ചേച്ചിക്കും അനിയനും കൂടി സ്കൂട്ടർ ഓടിക്കാൻ പോകണം. അത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഉള്ള ഒരു റൂട്ടീനാണ് ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ കടന്നുപോയി. ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരുവനന്തപുരത്തേക്കല്ല, കോഴിക്കോട് പോവുകയാണ്. അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം വണ്ടിയിലെല്ലാം സാധനങ്ങളെല്ലാം കയറ്റി വെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇരുന്ന് വൈകുന്നേരം ഇറങ്ങണമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ലേറ്റായി, സന്ധ്യയായി ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ വ്ളോഗ് തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ കുറച്ചധികം വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.